എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2024 ആദ്യത്തെ തേനെടുപ്പ് തുടങ്ങി കേട്ടോ. ഈ ശരിക്കും ഫെബ്രുവരി ലാസ്റ്റായി. ഇപ്പം മാത്രമാണ് നമുക്ക് തേൻ വന്ന് തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും എല്ലാ വർഷവും നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം തേനെടുത്ത് കഴിയേണ്ടതാണ്. ഈ വർഷം നമുക്ക് തേൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ വന്ന്. നമ്മൾ 2 തട്ടുള്ള ഒരു പെട്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മുകളിലത്തെ തട്ടിലെ ഈച്ച ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിനകത്ത് അധികം ഒന്നും കെട്ടിയിട്ടുമില്ല, അധികം തേനും നിറച്ചിട്ടില്ല. പക്ഷെ നമ്മളിത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ അവർ നിറച്ച് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ നമ്മൾ അതെടുക്കുവാണേ. അത് അത്യാവശ്യം സ്മോക്കൊക്കെ കൊടുത്തിട്ട് നമ്മളത് എടുക്കുക. ഞാനല്ല എടുക്കുന്നത്, ചേട്ടായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ വന്നില്ലെങ്കിൽ എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചേട്ടായി വന്നതാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ മുകളിലത്തെ തട്ടിൽ എടുത്തു. രണ്ടാമത്തേത് ആദ്യത്തെ തട്ട് നമ്മളെടുക്കുക, ഹണി ചേമ്പറിൻ്റെ. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ബൾജ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാടാ, തേൻ വന്നിട്ടുണ്ട് അതിനകത്ത്. അതിനെ നമ്മൾ സ്മോക്ക് കൊടുത്തിട്ട് എടുക്കുക. ശരിക്കും ഫുള്ളായിട്ട് സീൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ അതെടുത്ത് മാറ്റിയെങ്കിലല്ലേ നമുക്ക് പിന്നെയും തേൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്മോക്കൊക്കെ കൊടുത്ത് ഓരോരോ അടകളായിട്ട് എടുത്ത് നമ്മൾ വെച്ചു. എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ കൂടിൻ്റെ ബ്രൂഡ് ചേമ്പറിലെ ഈച്ചകളെ എല്ലാം എടുത്ത് നോക്കുവാണ്. ഓരോ അടകളും എടുത്ത് നോക്കണം. എടുത്ത് നോക്കിയിട്ട് സെല്ലടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. സെല്ലടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഈച്ച സെല്ലടിച്ച് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ്. കാരണം ഈച്ചകളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. മുട്ടയിടിയിലും ഈച്ച വിരിയലും ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് ഈച്ച പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അവർക്കിരിക്കാനുള്ള സ്പേസ് കുറവ് വന്നു കഴിയുമ്പോൾ അവർ പുതിയ റാണിയെ ഉൽപ്പാദിപ്പിച്ച് അവർ പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സെല്ലടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. സെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ആ സെല്ലിനെ കുത്തി കളയണം. അതെടുത്ത് മാറ്റിയില്ലെങ്കിൽ അവർ വീണ്ടും പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓരോ അടകളും എടുത്ത് ചെക്ക് ചെയ്തു. ഇതിനകത്ത് ഇപ്പോൾ സെല്ലൊന്നും അടിച്ചിട്ടില്ല. നമ്മളതെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വെച്ചു. പിന്നെ ഇപ്പോൾ ഈ പെട്ടിയുടെ ഫ്രണ്ട് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കാണാം നിറച്ചു ഈച്ചകൾ ഫ്രണ്ടിലോട്ടിരിക്കുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ 2 തട്ടുണ്ടായിരുന്നല്ലോ അതിന്. അപ്പോൾ അവരതിനകത്ത് ഈ 2 തട്ടിലിരുന്ന ഈച്ചകളാണ്. അപ്പോൾ ഈ 2 തട്ടിലിരുന്ന ഈച്ചയ്ക്ക് അകത്തിരിക്കാനുള്ള സ്ഥലമില്ലാതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായും പുറത്തോട്ട് വന്ന് പുറത്തിരിക്കുക. ഉള്ളിൽ ഭയങ്കര ചൂടാകും. അത്രയും ഈച്ചകൾക്ക് തിങ്ങി നിറഞ്ഞിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 കമ്പുകളാണ് ഇതിൻ്റെ അടിയിൽ. ഓരോ തട്ടിൻ്റെയും ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ കമ്പുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എയർ കൂടുതലായിട്ട് കിട്ടുമ്പോൾ അവർക്ക് 4 സൈഡിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയല്ല, എയറും കിട്ടും, അവർക്ക് സൗകര്യം കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിന്നെ ചൂടിൻ്റെ അളവ് കുറയും. കാറ്റൊക്കെ വരുമ്പം ചൂട് കുറയും അതിനുള്ളിലിരിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ തേനെടുക്കുന്നത് ശരിക്കും തേനെടുത്തിട്ട് ആ തേനിൻ്റെ അടകളെടുത്ത് അതേ പറമ്പിൽ വെച്ച് തന്നെയൊന്നുമല്ല കേട്ടോ. നമ്മൾ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. വീടിനകത്തേക്ക് കൊണ്ടുവരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ അത് വീടിനടുത്താണ് ഈ പെട്ടികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് എടുക്കുമ്പം ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് വരും. ഈ പെട്ടിക്ക് ചുറ്റും ഉറുമ്പായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ഭയങ്കര കൂടുതലാണ്. നമുക്കും ചൂട് സഹിക്കാൻ ബുദ്ധിമുട്ട്, ഈച്ചയ്ക്ക് ചൂട് സഹിക്കാനുള്ള ഈച്ചയ്ക്കല്ല അടയ്ക്ക് അപ്പോൾ ഈ അടയെല്ലാം ചൂട് കൊണ്ട് ഇങ്ങനെ എന്നാ പറയണ്ടേ ഉരുകി വരുമ്പം നമ്മൾ പിന്നെ കറക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഈ അടകളൊക്കെ എടുത്തിട്ട് വീടിനകത്തോട്ട് പോന്നു. കുറച്ച് സമയം നമുക്ക് അവിടെ ഇരുന്ന് സാവകാശം അതിൻ്റെ സീലിങ്ങൊക്കെ മെല്ലെ ചെത്തി എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്ത് തിരിച്ച് ഈ അട അവിടെ കൊണ്ടുപോയി ഇട്ടുക. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ദൂരസ്ഥലങ്ങളിലൊക്കെ വയ്ക്കുന്നവർക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീടിനുള്ളിൽ വെച്ചിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇത് 4 കള്ളികളുള്ള എക്സ്ട്രാക്ടറാണ്. അപ്പോൾ ഇതിനുള്ളിൽ തിരിച്ചും മറിച്ചും അടകൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും നമുക്ക് അതിനെ കറക്കിയാൽ മാത്രം മതി. പിന്നെ ഇതിനുള്ളിൽ കൂടുതൽ എമൗണ്ട് കൊള്ളും. ചെറിയ എക്സ്ട്രാക്ടർ ആണെങ്കിൽ നമ്മൾ ഒത്തിരി തേനെടുത്ത്
എടുത്ത് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മാറ്റേണ്ടത് വരും. അപ്പോൾ ഇതിനുള്ളിലൊരു 10-20 കിലോ വന്നതിന് ശേഷം നമുക്കിതിനെ മാറ്റിയാൽ മതി. വലിപ്പം ഉള്ളത് കൊണ്ട് നമ്മളും അങ്ങനെ പണിയിച്ചതാണ്. അപ്പോൾ തേൻ മുഴുവനായിട്ട് എടുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.